സദേൺ സ്റ്റാർ കോപ്പറേറ്റീവ് അർബൻ ട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ ബഹുമാനായ സ്വാഗത ഭാഷകന്റെ പ്രസംഗം കേട്ടപ്പോഴും പാംചേരി അവരുടെ പ്രസംഗം കേട്ടപ്പോഴും ഒക്കെ തന്നെ സദേൺ സ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് ഒരു യഥാർത്ഥ ചിത്രം എൻ്റെ മനസ്സിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. 1986 വളരെ ലളിതമായ രൂപത്തിൽ ആരംഭിച്ച് 3000 രൂപ മുതൽ മുടക്കോടുകൂടി തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം ഇന്ന് 50 കോടിയിലേറെ പ്രവർത്തന മൂലധനമുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് മാറാൻ സാധിക്കുകയും 41 അംഗങ്ങളോടുകൂടി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 21,000 അംഗങ്ങളുള്ള ഒരു വലിയ സഹകരണ പ്രസ്ഥാനമായി. ഇവിടെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ മലയാളികൾക്ക് വേണ്ടി മലയാളികൾ നടത്തുന്ന കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായിട്ട് ഇതിന്ന് മാറിയിട്ടുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതിന്റെ തുടക്കക്കാരൻ, അതിന്റെ പ്രാരംഭം കുറിച്ച ശ്രീമാൻ PR നായരെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരെയും ഒക്കെ തന്നെ ഹൃദയപൂർവ്വം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം നൽകുന്നു. 25 വർഷക്കാലം ഇത്തരമൊരു സ്ഥാപനത്തെ സാർത്ഥകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് നമുക്ക് നിസ്സാരമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് സഹകരണ സംഘത്തെക്കുറിച്ച് പേർത്തും ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്ന ഈ സാഹചര്യത്തിൽ പരാതികൾക്കിടയില്ലാതെ തികഞ്ഞ സുതാര്യതയോടുകൂടി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയി എന്നതിൽ നിങ്ങൾക്കെല്ലാം തന്നെ അഭിമാനിക്കാമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആശംസിക്കേണ്ടതായിട്ടുള്ളത്. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ സൊസൈറ്റി എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ആത്മസുഖത്തിന് ആചരിപ്പവ അപരന് സുഖത്തിനായി വരണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. നമ്മുടെ സ്വന്തം കാര്യത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടണം. ഇതാണ് സഹകരണ സംഘത്തിൻ്റെ ഉദ്ദേശം. എൻ്റെ ചെറുപ്പകാലത്ത് സഹകരണ സംഘത്തിൻ്റെ പേര് പരസ്പര സഹായ സംഘം എന്നായിരുന്നു നാട്ടിൽ. സഹകരണം എന്നല്ല, ബോർഡ് പരസ്പര സഹായ സഹകരണ സംഘം, പരസ്പര സഹായം. ഇപ്പോഴ് ബോർഡിൽ പരസ്പര സഹായമില്ല, വെറും സഹകരണം മാത്രമേ ഉള്ളൂ. ഇപ്പം നാട്ടിൽ നടക്കുന്നത്, ഈ സഹകരണ പ്രസ്ഥാനത്തിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാം, എല്ലാ പ്രസ്ഥാനങ്ങളും പൊളിക്കുകയാണ്. ഇവിടെ പരസ്പര സഹമില്ല, വെറും സഹകരണ സംഘങ്ങളാണ്. ആൾക്കാർ സഹകരിക്കുക. പിന്നീട് ഉണ്ടാകുന്നത് ഓരോ ദിവസവും നിങ്ങൾക്കറിയാം, സഹകരണത്തിൻ്റെ പേരിലുണ്ടാകുന്ന മെഡിക്കൽ കോളേജ് നശിപ്പിക്കുക. അങ്ങനെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്നത് പരസ്പര സ്നേഹമില്ലായ്കയാണ്, പരസ്പര സഹായമില്ലായ്കയാണ്. പണ്ട് പരസ്പര സഹായ സംഘം എന്നായിരുന്നു പേര്. ഒരുപക്ഷെ ഇതിൻ്റെ പേര് പരസ്പര സഹായ സംഘം, വെറും കോഓപ്പറേറ്റീവ് അല്ല, പരസ്പര സഹായ സംഘം. ഇതാണ് ഈ സഹകരണ സംഘത്തിൻ്റെ
കാതലായ ആത്മാംശം പരസ്പര സഹായമാണ്. അത് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം. ഇത് മനുഷ്യൻ്റെ ആവശ്യം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ സഹായിക്കും. എല്ലാവരെയും സഹായിക്കാൻ സാധ്യമായെന്ന് വരില്ല. എന്നാൽ ഇതുപോലെ ഇത്രയും കാലത്തെ പ്രപഞ്ചത്തിൽ ഒരു അപാകതയും വന്ന് ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഈ അപാകത വരാതെ ഇരിക്കുന്നത് ഈ പ്രവർത്തകർക്കും മെമ്പർമാർക്കും ഇത് നടന്നു പോകണം, ഇത് ഒരു ഉത്തമ സംഘടന എന്ന നിലയിൽ നടന്നു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇത് നിങ്ങളുടെ ഈ 10,000 അംഗങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ്, ഏറ്റവും വലിയ സാമ്പത്തിക ധാർമ്മിക ശക്തിയാണ് ഈ സഹകരണ സംഘം. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇതിൻ്റെ നന്മകൾ കൂടുതൽ ആൾക്കാർ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. രഘുവിനും അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ അനുമോദനങ്ങളും ആശംസകളും ഞാൻ നേർന്നു. നമസ്കാരം. ശ്രീമാൻ AK ആന്റണി സാറിൻ്റെയും പരനായ ശ്രീ സാഹിബ് സിംഗ് വർമ്മയുടെയും അനുഗ്രഹാശംസകളോടെ ആരംഭിച്ച ഈ സൊസൈറ്റി ഇന്ന് ഈ നിലയിൽ എത്തിക്കാൻ പറ്റിയതിൽ വളരെയധികം ചാരിതാർത്ഥ്യം. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഇന്ന് കേരള ക്ലബ്, DMA, കഥകളി സെൻറ്റർ, NSS, SNDP മുതലായ എല്ലാ പ്രമുഖ സംഘടനകളുടെയും ഭാരവാഹികൾ നമ്മുടെ അംഗങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടി. ഓംജേരി സാർ, മണിയപ്പൻ സാർ എന്നിവരുടെ പേരും ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി. കേരള ഹൗസ്, ദില്ലി പോലീസ് മുതലായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം മലയാളികളും നമ്മുടെ അംഗങ്ങളാണ്. സദൻ സ്റ്റാറിൻ്റെ ഫോർമേഷൻ ചെയ്ത സമയത്ത് വിഭാവനം ചെയ്തതിനും അപ്പുറം നമ്മൾ നേടിക്കഴിഞ്ഞു. ഡൽഹി മലയാളികളുടെ ലൈഫ് ലൈൻ ആയി രൂപാന്തരപ്പെടാൻ സാധിച്ചു എന്നത് ചെറിയ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ജാതിമത ചിന്തകളോ രാഷ്ട്രീയ ചിന്തകളോ ഉച്ചനീചത്വ വിചാരങ്ങളോ സദൻ സ്റ്റാറിനെ ഇന്നുവരെ തൊട്ടു തീണ്ടിയിട്ടില്ല. ഡൽഹിയിലെ ബ്ലേഡ് കമ്പനികൾക്ക് സദൻ സ്റ്റാർ ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ സ്വർണ്ണപ്പണയം മുതലായവയ്ക്ക് കാര്യമായ പലിശ നിരക്ക് കുറയ്ക്കാൻ അവർ തയ്യാറാകേണ്ടി വന്നു എന്നത് സാവധാനമാണ്. കൂണുപോലെ മുളച്ചു പോകുന്ന ചിട്ടിക്കമ്പനികളിലും
ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിലും ചേർന്ന് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നഷ്ടപ്പെടാതിരിക്കാൻ സദേൺ സ്റ്റാർ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അസോസിയേഷൻ പോലുള്ള സംഘടനകൾക്ക് സാധിക്കില്ലാത്ത ഒരു ഉദ്യമത്തിൽ ഇറങ്ങിത്തിരിച്ച് ഡൽഹി മലയാളികൾക്ക് സഹകരണ മാർഗം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. വലിയ പേ പാക്കേജ് ഇല്ലെങ്കിൽ കൂടിയും 50ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ സഹകരണ മേഖലയിൽ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായി മാറ്റാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ്. इंडियन कोऑपरेटिव सिस्टम में बहुत ज़्यादा रिसर्च एंड डेवलपमेंट और मॉडर्नाइजेशन नहीं हुआ है, बट इन स्पाइट ऑफ दैट ये टाइम टेस्टेड है और आप लोगों ने सीखा होगा बिकॉज आपकी इंस्टीट्यूशन आप लोग जो कम फ्रॉम केरला एंड ऑल दिस आई थिंक ऑल मेंबर्स आर फ्रॉम केरला, so you are doing well and I am sure that you will do very well. മിസ്റ്റർ പ്രിയ നായരും അദ്ദേഹത്തിൻ്റെ 40 മലയാളി സുഹൃത്തുക്കളും കൂടി സ്ഥാപിച്ച ഒരു സൊസൈറ്റിയാണ് സദേൺ സ്റ്റാർ കോഓപ്പറേറ്റീവ് അർബൻ ത്രിഫ്റ്റ് ആൻഡ് റിലീഫ് സൊസൈറ്റി. 19 വർഷം മുമ്പ് മിസ്റ്റർ ജോസ് ജിജി ആണ് എന്നെ ഈ സൊസൈറ്റിയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. 6 വർഷം മുമ്പ് മിസ്റ്റർ രഘു എന്നെ ഈ സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി നിയമിച്ചു. അന്ന് മുതൽ ഒരു വേതനവും കൂടാതെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ തോളിന് ഒരു ചെറിയ താങ്ങ് നൽകുവാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇന്ന് സദേൺ സ്റ്റാർ സൊസൈറ്റിയിൽ ആകർഷകമായ നിരക്കിൽ സേവിങ്സ് ബാങ്ക്, കമ്പൽസറി ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, മന്ത്ലി ഡിപ്പോസിറ്റ് സ്കീം, ലോണാണെങ്കിൽ ഓർഡിനറി ലോൺ, എമർജൻസി ലോൺ, ഗോൾഡ് ലോൺ, ലോൺ അഗേൻസ്റ്റ് ഡിപ്പോസിറ്റ്സ്, പ്രോപ്പർട്ടി ലോൺ, ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ, കൺസ്യൂമർ ലോൺ എന്നീ ലോണുകളും വളരെ മിതമായ നിരക്കിൽ തന്നെ നാം കൊടുക്കുന്നു. ഗോൾഡ് ലോൺ ആണെങ്കിൽ ഇന്ന് വെറും 11% ഇൻട്രസ്റ്റിൽ നാം കൊടുക്കുന്നു. മറ്റെങ്ങും കിട്ടാത്ത ഇൻട്രസ്റ്റ് റേറ്റാണിത്. ബാങ്കുകളാണെങ്കിൽ 2% മുതൽ 3% വരെ ഡിപ്പോസിറ്റ് അഗേൻസ്റ്റ് ലോൺ അഗേൻസ്റ്റ് ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നാം വെറും 1% മാത്രമേ വാങ്ങുന്നുള്ളൂ. ഫിക്സഡ് ഡിപ്പോസിറ്റിന് ബാങ്കുകൾ 6 ഇത്രയും കഴിവില്ലാത്ത എനിക്ക് 130-ൽ പരം മലയാളി സുഹൃത്തുക്കളെ ഈ സൊസൈറ്റിയിലേക്ക് ചേർക്കുവാൻ സാധിച്ചത് എൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നാം നടത്തി വരുന്നത് മലയാളികളെ ബ്ലേഡ് കമ്പനികളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഹോസ്പിറ്റൽ, എഞ്ചിനീയറിംഗ് കോളേജ്, ട്രാവൽ, ടൂറിസം എന്നീ പല മേഖലകളും നമ്മുടെ ഭാവി പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന മിസ്റ്റർ പ്രിയ നായർക്ക് ആയുരാരോഗ്യം നേരുന്നതിന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. 1986-ൽ രൂപം കൊണ്ട ഈ സൊസൈറ്റിയിൽ ഞാൻ മെമ്പറായത് 20/2/2000-ലാണ്. ഒരു സാധാരണ മെമ്പറായി ഏകദേശം 3 വർഷക്കാലം തികഞ്ഞതിന് ശേഷമാണ് ഈ സൊസൈറ്റിയെപ്പറ്റി ശരിക്കും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചത്. പിന്നീട് ഒരിക്കൽ ദിൽഷാദ് ഗാർഡനിൽ ശ്രീ PR നായർ വന്നപ്പോൾ അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിനെപ്പറ്റി അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ബ്രാഞ്ച് തുടങ്ങാൻ മാത്രം മെമ്പേഴ്സ് ദിൽഷാദ് ഗാർഡനിൽ ഇല്ല. അത്രയും മെമ്പേഴ്സ് ആയതിനു ശേഷം മാത്രമേ ഒരു ബ്രാഞ്ച് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ആ വർഷം മുതൽ സൊസൈറ്റിയെ പറ്റിയും
അതിൽ മെമ്പറായാൽ ഉണ്ടാകാവുന്ന ഗുണഗണങ്ങളെപ്പറ്റിയും മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയും മെമ്പേഴ്സിനെ ചേർക്കാൻ തുടങ്ങുകയും ചെയ്തു. 2005 ദിൽഷാദ് ഗാർഡനിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുകയും ചെയ്തു. ചെറിയൊരു വാടകമുറിയിൽ തുടങ്ങിയ ബ്രാഞ്ച് വളർന്നിന്ന് സ്വന്തമായ സ്ഥലത്ത് വലിയൊരു ബ്രാഞ്ചായി തീർന്നിരിക്കുന്നു. ഇന്നുള്ള 7 ബ്രാഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതും ഏറ്റവും ബിസിനസ് നടക്കുന്നതുമായ ഒരു ബ്രാഞ്ചാണ് ദിൽഷാദ് ഗാർഡൻ. ഈ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും അല്പം സഹായിച്ചാൽ ഈ സൊസൈറ്റി വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലും അടുത്ത വർഷം തന്നെ നമ്പർ 1 മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഈ സൊസൈറ്റി വളർന്ന് പന്തലിച്ച് 1ാം സ്ഥാനത്ത് ഒരു വടവൃക്ഷം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറ്റവും സന്തോഷമുള്ള കാര്യം മലയാളികളുടെ മാത്രം മെമ്പർഷിപ്പോട് കൂടി ഒരു സംഘടന ഉണ്ടാക്കണം എന്ന് രഘുവിന് തോന്നിയത്. അത് സഫലത്തായി 25 വർഷം നടക്കുന്നു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ സന്തോഷം. സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ള ഏക ഉദ്ദേശം, സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റ്, അതിൽ വരുത്തിയ ഒരു നേട്ടമാണ് ഇത്. ഈ സ്റ്റാർ സൊസൈറ്റി ഏറ്റവും സന്തോഷമുള്ള കാര്യം പലതരത്തിലും മനുഷ്യനെ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഒരു ചിറ്റ് ഫണ്ടായി, ഹൈടെക്കായി, അങ്ങനെ പലതരത്തിലും വികസിച്ച് വരുന്ന ഒരു ഇതാണ്. ഇപ്പം തന്നെ ഇനിയുള്ള ഒരു സംരംഭമാണെന്ന് ഒരിക്കൽ രഘുവിൽ നിന്നും നമ്മളുടെ മീറ്റിങ്ങിൽ നിന്ന് ഇരുന്ന് മനസ്സിലാക്കിയത് ഒരു ഹോസ്പിറ്റൽ മലയാളികളുടെ സഹായത്തിന് വേണ്ടിയിട്ട് തുടങ്ങണം എന്നുള്ളത്. അതിൻ്റെ പ്രാരംഭം നടക്കുകയാണ്. എല്ലാവർക്കും ഉള്ള ഏക ഉദ്ദേശം വെച്ചാൽ ഇത് നന്നാകണം, കുറച്ചുകൂടി വളരണം. ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അതിശയിക്കുന്നു. നമ്മൾ യെസ്, ഐ വൈസ് പ്രസിഡന്റ് ഓഫ് ദാറ്റ് സൊസൈറ്റി. 23,000 മെമ്പേഴ്സ് ഉണ്ട്, 8 ബ്രാഞ്ചുകളുണ്ട് ഞങ്ങൾക്ക് അവിടെ ഇവിടെ ആയിട്ട്, കളക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ആനുവലി ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതിന് തന്നെ ഇക്കൊല്ലം ഞങ്ങൾക്ക് 42 ലക്ഷം രൂപയുടെ ചിലവായി എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു അതിശയമാണ്. ഇങ്ങനൊരുത്തൻ കൊണ്ടു നടക്കാൻ ഒരു മഹാവ്യക്തി നമുക്ക് ചേർന്നല്ലോ എന്നാണ് രഘുവിനെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ അതേ തരത്തിൽ അദ്ദേഹത്തിനാണെന്നെങ്കിൽ ഒരു ദീർഘായുസും ഇനിയും ചെയ്യാനുള്ള ഓരോന്നും അങ്ങേരുടെ ഐഡിയാസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ സാക്ഷാത്കരിക്കണം നമുക്ക്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പുതിയ ഐഡിയ ആ തലയിൽ വരുന്നുണ്ട്. അതിനെ സാക്ഷാത്കരിച്ച് അതിൻ്റെ രൂപം കൊടുത്ത് അതിനെ വലുതാക്കിയെടുക്കുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മുമ്പ് ഈ സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ മിസ്റ്റർ PR നായർ നാം ഇന്ന് കാണുന്ന ഒരു സദേൺ സ്റ്റാർ സൊസൈറ്റിയെക്കുറിച്ച് അദ്ദേഹം അന്നേ മനസ്സിൽ കണ്ടിട്ടുണ്ടാകണം. സദേൺ സ്റ്റാറിൻ്റെ ഒരു ഫംഗ്ഷനിൽ, അതായത് സദേൺ സ്റ്റാർ സൊസൈറ്റിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ശ്രീ ഓംചേരി സാർ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇത് ഒരു മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കാരണം മലയാളികളുടെ ഒരു സംഘടന ഇത്ര കാലം കൊണ്ടു നടക്കണമെങ്കിൽ ഇത് ഒരു മഹാ അത്ഭുതം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് യോജിക്കേണ്ടി വരും. അറിവുള്ള മെമ്പേഴ്സും കഴിവുള്ള മാനേജ്മെൻറ്റും ഉണ്ടെങ്കിൽ ഏതൊരു സൊസൈറ്റിക്കും പ്രോഗ്രസ് നിർവൈര്യമാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ സന്ദർശിക്കുന്ന ഒരു ബ്രാഞ്ചും കൂടിയാണ് തേർപ്പതി ബ്രാഞ്ച്. ഇവിടെ നമുക്ക് 2 ഓഫീസുണ്ട്. ഭാവിയിലെ പല വികസന പരിപാടികൾക്കും
ഇവിടെ വളരെ സ്കോപ്പുള്ളതാണ്. 25ാം ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ മെമ്പറുള്ള ഒരു സൊസൈറ്റിയായി മാറ്റാനാണ് നമ്മുടെ പദ്ധതി. ഇതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. കാരണം ഇപ്പോഴും പല മലയാളികൾക്കും അറിഞ്ഞുകൂടാ ഡൽഹിയിൽ ഇങ്ങനെ ഒരു മലയാളികൾക്ക് വേണ്ടി മാത്രം ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ള വിവരം പല മലയാളികൾക്കും ഇന്നും അറിവില്ല. അത് നമ്മൾ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി പല വിധത്തിലുള്ള പരിപാടികളും പ്രോഗ്രാമും നാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് മലയാളികളുടെ ഉന്നമനത്തിനായി വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഈ സ്ഥാപനത്തെ ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ സതീഷ് സാറിൻ്റെ 2004 മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തിയാണ്. ഇത്രയും കാലയളവിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ഈ സതീഷ് സാറിൽ കണ്ടിരിക്കുന്നതും. അതിന് വിശേഷിച്ച് അതിന് എടുത്തു പറയേണ്ടത് PR നായർ സാറിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഞാൻ മെമ്പറാവുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ഏകദേശം 1 വർഷത്തോളം വന്നാന്ന് തോന്നുന്നു സെക്രട്ടറി ആയിരുന്നത്. ബാക്കി പിന്നെ എല്ലാം അദ്ദേഹം പ്രസിഡൻ്റായിട്ട് സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നത് സതീഷ് സാറിൻ്റെ മേന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമാണ് സതീഷ് സാർ ഇന്നുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഇനിയും 25ാം വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സകല ഭാവങ്ങളും ഞാൻ നേർന്നുകൊണ്ട്, പിന്നെ അതുമാത്രമല്ല നായർ സാറിന് വ്യക്തിപരമായിട്ട് നമ്മുടെ കഥകളി സെൻറ്ററിൻ്റെ മെമ്പറും കൂടിയാണ്. അദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞാൽ കഥകളി സെൻറ്ററും ഇതുപോലെ നന്നാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ 1986 ശ്രീമാൻ രഘുവിൻ്റെ നേതൃത്വത്തിൽ മലയാളികൾക്ക് വേണ്ടി മാത്രം ആയി ലോറൻസ് റോഡിൽ ഈ സൊസൈറ്റി തുടക്കം കുറിച്ചു. ആദ്യമായി വെറും 41 അംഗങ്ങളും ഒരു വാടക മുറിയും മാത്രമായിരുന്നു ഈ സൊസൈറ്റിയുടെ മൂലധനം. ഈ സൊസൈറ്റിയുടെ ഭവന വായ്പ കൊണ്ട് പ്രവാസി മലയാളികളായ പല ആൾക്കാർക്കും അത് പ്രയോജനമായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാളിതുവരെ യാതൊരു രീതിയിലുള്ള വർഗീയതയോ രാഷ്ട്രീയമോ ഇതിൽ കടന്നുകൂടിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേക വസ്തുതയാണ്. ഈ സൊസൈറ്റി വളർന്ന് പന്തലിച്ച് വളർച്ചമായി മാറാൻ പ്രധാന കാരണം ശ്രീമാൻ രഘുവിൻ്റെ കഠിനാധ്വാനവും സഹപ്രവർത്തകരുടെ സഹകരണവും മറ്റെല്ലാ അംഗങ്ങളുടെ സഹകരണവും കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഈ സൊസൈറ്റിയുടെ വളർച്ചയ്ക്കും പ്രവാസി മലയാളികളെ സേവിക്കാൻ ഈ സൊസൈറ്റിയിൽ കൂടെ സേവിക്കാൻ കഴിഞ്ഞതിലും ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ ഏകദേശം 15 വർഷത്തോളമായി ഈ സൊസൈറ്റിയുമായി സഹകരിക്കുവാനും സൊസൈറ്റിയിൽ നിന്ന് പലവിധ സഹായ സഹകരണങ്ങൾ ആർജിക്കുവാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഏതൊരു സംരംഭമായാലും സ്ഥാപനമായിരുന്നാലും അതിൻ്റെ വിജയത്തിന് മുന്നിൽ നിസ്വാർത്ഥവും നിരന്തരവുമായ പ്രവർത്തനം ഉണ്ടായിരിക്കണം. സതീഷ് സാർ ഈ കഴിഞ്ഞ 25 വർഷമായി വിജയക്കൊടി പാലിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു പായുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ശ്രീ PR നായർക്ക് മാത്രം സ്വന്തമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അദ്ദേഹം നിർദ്ദേശിക്കുന്നതും നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതുമായ കമ്മിറ്റി മെമ്പേഴ്സ് എൻ്റെ സഹകരണങ്ങളും അവിസ്മരണീയമാണ്. രോഹിണി പീതംപുര ഏരിയയെ പ്രതിനിധീകരിക്കുന്ന കമ്മിറ്റി അംഗം എന്ന നിലയിൽ എൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പീതംപുര ബ്രാഞ്ചിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുവാനും അംഗങ്ങളുമായി ആശയവിനിമയം നടത്തുവാനും അതിലൂടെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാനും PR നായർ സാറിനോടൊപ്പം നിൽക്കുവാനും കഴിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പൂന്താനം ജ്ഞാനപ്പാലയിൽ പാടിയതുപോലെ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ സ്ഥാനമാനം ചൊല്ലി കലഹിക്കുന്ന ആരും ഇല്ല എന്ന് വസ്തുത അറിയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷമുണ്ടാകും എന്ന് എനിക്ക് സംശയമില്ല. ആദ്യമായി സൊസൈറ്റിയെ പറ്റി അറിയുന്നത് ട്രെയിൻ യാത്രയിടയിലാണ്. ഒരു മലയാളി എന്നെ സൊസൈറ്റിയെ പറ്റി പരിചയപ്പെടുത്തുകയും അദ്ദേഹം മുഖാന്തരം ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ഒപ്പം ബദർപൂർ ഏരിയയിൽ നിന്ന് നിറയെ മെമ്പർമാരെ ചേർക്കുകയും ഒപ്പം നായർ സാഹിബായി സംസാരിച്ച് ഇവിടെ ഒരു ബ്രാഞ്ച് തുറക്കുന്നതിനെ പറ്റി
ഡിസ്കസ് ചെയ്യുകയും അതുപ്രകാരം ഞങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ആ സമയത്ത് മാനേജിംഗ് കമ്മിറ്റി അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്തുകൊണ്ട് ബദർപൂർ ഏരിയയിലൊരു ബ്രാഞ്ച് വരികയും അത് നമ്മുടെ സ്വന്തം നിലയിൽ സ്വന്തം കെട്ടിടത്തിൽ തന്നെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീമാൻ നായർ സാഹിബിൻ്റെ കീഴിലുള്ള സാരഥ്യത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എല്ലാവരും കൂടി നല്ല രീതിയിൽ ഈ 25-ാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയുടെ പ്രയാണം വീണ്ടും വീണ്ടും കുതിച്ചുകയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നായർ സാറിനും ആയുരാരോഗ്യം നേർന്നുകൊണ്ട് എന്നെ സദൈവ് സ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുവന്നത് മിസ്റ്റർ സുധീർ സാറും സി കെ തോമസിനും കൂടിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സുധീർ സാറിനെ അയക്കുകയും ഞാൻ പലത് വളരെ കൊള്ളുകയുമുണ്ട്. ഞാൻ ആഴ്ചകളിൽ ഇത് ബദർപൂർ ബ്രാഞ്ച് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. സുധീർ സാറിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെ പറ്റി പറയുന്ന നായർ സാറിനെ നമുക്ക് അധികം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം സാറിന് ഒരു വലിയൊരു ഇതാണ് ഈ സ്ഥാപനം ഇത്രയും വരെ എത്തിക്കുന്നതിനുള്ള കാരണം. 25-ാം വർഷം ആഘോഷിക്കുന്ന നമ്മുടെ സുധീർ സാറിന് എൻ്റെ എല്ലാവിധ ഒരു നക്ഷത്രം ഉദയം കൊള്ളുകയുണ്ട്. ആ നക്ഷത്രം സദേൺ സ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മളുടെ ദൈവത്തിൻ്റെ നാടായ കേരളത്തിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ജീവിതം പറിച്ചു നടപ്പെട്ട പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പ്രതീക്ഷയോടെ ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു വന്ന ഈ സഹകരണ സംഘം ഇതിൻ്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടന വേദിയിൽ
ബഹുമാനപ്പെട്ട ഓബ്ജേരി സാറ് വിശേഷിപ്പിച്ച പോലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറുകയുണ്ട്. അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം ഒരു പക്ഷേ 7 മലയാളികൾ കൂടുമ്പോൾ 10 സംഘടന എന്ന കളിവാക്കാണെങ്കിൽ പോലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു സവിശേഷത, അതിന് ഒരു അപവാദം എന്നതുകൊണ്ടായിരിക്കാം സദേൺ സ്റ്റാറിനെ ഓബ്ജേരി സാർ അങ്ങനെ വിശേഷിപ്പിച്ചത്. കാരണം ആരംഭം മുതലേ ഈ 25 വർഷക്കാലം യാതൊരു അസ്വസ്ഥതകളുമില്ലാതെ ഒത്തൊരുമയോടുകൂടി സഹകരണത്തിൻ്റെ പരിപൂർണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കാലം അത്രയും ഈ പ്രസ്ഥാനം വളർച്ചയുടെ ഓരോ പടവുകൾ മുന്നിൽ ഓരോ പടവുകൾ ചവിട്ടിക്കയറുകയും ഇന്ന് ഡൽഹിയിലെ എന്ന് മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ തന്നെ മികച്ച സഹകരണ പ്രസ്ഥാനങ്ങളിൽ 2ാമത്തെ മികച്ച സഹകരണ പ്രസ്ഥാനമായി വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.